ടോപ്പ് 10 ലിസ്റ്റിലേക്കുള്ള ടെസ്ലയുടെ വരവാണ് ഇത്തവണത്തെ ഹൈലൈറ്റ്. അതുമാത്രമല്ല, മഹീന്ദ്രയും MGയും ടാറ്റയും തമ്മിലുള്ള പോരാട്ടം എവിടെ വരെ എത്തിയെന്നും കൂടി നമുക്ക് നോക്കാം. നമസ്കാരം. 2025 സെപ്റ്റംബർ മാസത്തിൽ ഇന്ത്യയിലുടനീളം വിറ്റഴിച്ച ഇലക്ട്രിക് 4 വീലറുകളുടെ ടോപ്പ് 10 സെയിൽസ് റിപ്പോർട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ടോട്ടൽ സെയിൽസ് നോക്കാം. സെപ്റ്റംബർ മാസത്തിൽ ഇന്ത്യയിൽ മൊത്തമായി 15,000-ഓളം ഇലക്ട്രിക് 4 വീലറുകളുടെ വിൽപ്പനയാണ് നടന്നത്. മാസാമാസ വിൽപ്പനയിൽ, അതായത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തെ വിൽപ്പനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 13% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ വാർഷിക വിൽപ്പനയിൽ, അതായത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തെ വിൽപ്പനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 186% വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. PCA ഓട്ടോമൊബൈൽസ് അഥവാ സിട്രോൺ ആണ് സെപ്റ്റംബർ മാസത്തെ വിൽപ്പനയിൽ 10ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവര് 10ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ഓഗസ്റ്റ് മാസത്തിൽ 20 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച സിട്രോണ് സെപ്റ്റംബർ മാസത്തിൽ 36 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട്. മാസമാസ വിൽപ്പനയിൽ 80% മികച്ച വളർച്ച കൈവരിക്കാൻ സിട്രോണ് സാധിച്ചു. 0.2% ഇവരുടെ മാർക്കറ്റ് ഷെയർ. അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് കാലമായിട്ട് കാത്തിരിക്കുന്ന ടെസ്ല അവസാനം ടോപ്പ് 10 സെയിൽസ് റിപ്പോർട്ട് ലിസ്റ്റിൽ 9ാം സ്ഥാനത്ത് ഇടം പിടിച്ചിരിക്കുകയാണ്. 60 കാറുകളാണ് സെപ്റ്റംബർ മാസത്തിൽ ടെസ്ല വിൽപ്പന നടത്തിയത്. 0.4% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ടെസ്ല ലക്ഷറി സെഗ്മെന്റിൽ വരുന്ന കാർ ആയതുകൊണ്ട് തന്നെ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഏകദേശം 70 ലക്ഷം രൂപയുടെ അടുത്ത് വരും ഇതിന്റെ വില. ഈ കാർ ഇന്ത്യയിൽ ഇറങ്ങിയ ഉടനെ 60 കാറുകളാണ് ആദ്യത്തെ മാസം വിൽപ്പന നടന്നതെങ്കിൽ ഇനി അങ്ങോട്ടുള്ള വിൽപ്പന കൂടുമോ കുറയുമോ എന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നോക്കാം. മെഴ്സിഡീസ് ബെൻസ് ആണ് 8ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 8ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ഓഗസ്റ്റ് മാസത്തിൽ 77 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച മെഴ്സിഡീസ് ബെൻസിന് സെപ്റ്റംബർ മാസത്തിൽ 95 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട്. മാസമാസ വിൽപ്പനയിൽ 23% വളർച്ച കൈവരിക്കാനും സാധിച്ചിട്ടുണ്ട്. 0.6% ഇവരുടെ മാർക്കറ്റ് ഷെയർ. BMW ആണ് 7ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 7ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ഓഗസ്റ്റ് മാസത്തിൽ 362 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച BMWന് സെപ്റ്റംബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 307 കാറുകൾ മാത്രമാണ്. മാസമാസ വിൽപ്പനയിൽ 15% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2% ഇവരുടെ മാർക്കറ്റ് ഷെയർ. കഴിഞ്ഞ തവണ 4ാം സ്ഥാനത്തുണ്ടായിരുന്ന ഹ്യുണ്ടായി 2 പടി താഴേക്കിറങ്ങി സെപ്റ്റംബർ മാസത്തെ വിൽപ്പനയിൽ 6ാം സ്ഥാനത്താണുള്ളത്. ഓഗസ്റ്റ് മാസത്തിൽ 584 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഹ്യുണ്ടായിക്ക് സെപ്റ്റംബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 342 കാറുകൾ മാത്രമാണ്. മാസമാസ വിൽപ്പനയിൽ 41% വലിയൊരു ഇടിവാണ് ഹ്യുണ്ടായി നേരിട്ടിരിക്കുന്നത്. 2.2% ഇവരുടെ മാർക്കറ്റ് ഷെയർ. കഴിഞ്ഞ തവണ 6ാം സ്ഥാനത്തുണ്ടായിരുന്ന കിയ ഒരു പടി മുകളിലേക്ക് കയറി ഇത്തവണത്തെ വിൽപ്പനയിൽ 5ാം സ്ഥാനത്താണുള്ളത്. ഓഗസ്റ്റ് മാസത്തിൽ 441 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച കിയയ്ക്ക് സെപ്റ്റംബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 499 കാറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 13% വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. 3.3% ഇവരുടെ മാർക്കറ്റ് ഷെയർ. BYD ആണ് ഒരു പടി മുകളിലേക്ക് കയറി 4ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണ ഇവർ 5ാം സ്ഥാനത്തായിരുന്നു. ഓഗസ്റ്റ് മാസത്തിൽ 447 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച BYDക്ക് സെപ്റ്റംബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 541 കാറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 21% വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. 3.6% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഇനിയാണ് കാര്യമായ മത്സരം തുടങ്ങാൻ പോകുന്നത്. ഇന്ത്യയും ചൈനയും തമ്മിൽ. ടാറ്റയോടും മഹീന്ദ്രയോടും മുട്ടാൻ നിലവിൽ MG മാത്രമാണ് ഇന്ത്യയിലുള്ളത്. എന്തായാലും നമുക്ക് ടോപ്പ് 3യിൽ ആരൊക്കെയാണ് വരുന്നത് നോക്കാം. മഹീന്ദ്രയാണ് 3ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവര് 3ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ഓഗസ്റ്റ് മാസത്തിൽ 3495 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച മഹീന്ദ്രയ്ക്ക് സെപ്റ്റംബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 3187 കാറുകൾ മാത്രമാണ്. മാസാമാസ വിൽപ്പനയിൽ 8.8% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 21.2% ഇവരുടെ മാർക്കറ്റ് ഷെയർ. MG ആണ് 2ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവര് 2ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ഓഗസ്റ്റ് മാസത്തിൽ 4759 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച MGക്ക് സെപ്റ്റംബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 3843 കാറുകൾ മാത്രമാണ്. മാസാമാസ വിൽപ്പനയിൽ 19% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 25% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഇന്ത്യയിലെ ഇലക്ട്രിക് കാറുകളുടെ വിൽപ്പനയിൽ നിലവിൽ ടാറ്റ തന്നെയാണ് രാജാവ്. നമ്മൾ സെയിൽസ് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയ അന്ന് മുതലും അതിനു മുന്നേയുമൊക്കെ ടാറ്റ തന്നെയായിരുന്നു നമ്പർ 1. ഇപ്പോഴും അതെ. ഓഗസ്റ്റ് മാസത്തിൽ 7080 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ടാറ്റയ്ക്ക് സെപ്റ്റംബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 6094 കാറുകൾ മാത്രമാണ്. മാസാമാസ വിൽപ്പനയിൽ 13% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 40% ടാറ്റ മോട്ടോഴ്സിന്റെ മാർക്കറ്റ് ഷെയർ. ഇതേപോലെ തന്നെ സെപ്റ്റംബർ മാസത്തിൽ ഇന്ത്യയിലുടനീളം വിറ്റഴിച്ച ഇലക്ട്രിക് 2 വീലറുകളുടെ സെയിൽസ് റിപ്പോർട്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.